ഹലോ, ഞാൻ റിജോസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പൊ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻ ബാങ്ക്. അതില് CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസില് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയില് ക്വസ്റ്റ്യൻ ബാങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ആണ് നമ്മൾ ഈ വീഡിയോയില് പറയുന്നത്. സോറി, ക്യാമറ ക്ലാരിറ്റി ചില സമയത്ത് ഇല്ലാതാവണ ഒരവസ്ഥ വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഈ ടിക്ക് ചെയ്തൊക്കെ എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ക്യാമറയുടെ ക്ലാരിറ്റി ഒരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ വരെയാണ്. ദയവേത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. കുറച്ച് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് നമ്മളിത് എടുത്തു പറയുന്നത്. കാരണം നമ്മൾ വീഡിയോയിൽ ഇപ്പൊ ക്ലാസ് എടുക്കുക എന്തായാലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണെങ്കിലും എന്ത് തന്നെയാലും മൊത്തത്തിൽ നമ്മുടെ വീഡിയോ എന്തായാലും ക്ലാരിറ്റി വളരെ മസ്റ്റ് ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. 284 നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട്. ചില സമയത്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോ ലാസ്റ്റ് പറഞ്ഞത് 285 ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത്. നാച്ചുറൽ സെലക്ഷൻ ഫോർവേഴ്സ് ന്യൂ ട്രെയിൻസ് ദാറ്റ് അറൈസ് ബൈ എന്ന് പറഞ്ഞിട്ട് ആൻസർ എ മ്യൂട്ടേഷൻ ആൻഡ് ക്രോസ് ഓവർ ഇത്ര വരെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങണേക്ക് മുന്നേ, നമ്മുടെ ക്ലാസ് തുടങ്ങണേക്ക് മുന്നേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും പറയണത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സ്യൂട്ടബിൾ വീഡിയോ നിങ്ങളോട് നേരിട്ട് പറയാൻ തന്നെ ആയിരിക്കും. ഇപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എങ്ങനത്തെ വേർഡ്സ് വരും എന്നുള്ളതൊന്നും പറയാനാവില്ലല്ലോ. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയില് ഇപ്പൊ നമ്മൾ പറയണതിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാവാം. പ്രധാനമായിട്ടും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതുപോലെ തന്നെ ആൻസർ ചിലപ്പോൾ ഇനി വല്ല തെറ്റിയൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ അടയാളപ്പെടുത്തിയാണ് പോകുന്നത്. എന്നാലും ചിലപ്പോൾ തെറ്റുകൾ വരാം. അതുപോലെ തന്നെ നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ തെറ്റ് സംഭവിക്കാം. അപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ക്ഷമ ചോദിക്കാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മളെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് ഭാഗത്ത് പറയും. എന്നാലും ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഭാഗം ആയതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പൊ അതൊരു തെറ്റ് വരാൻ പാടില്ല. അത് വളരെ എന്താ പറയാ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പൊ നിങ്ങളതൊക്കെ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് പോകാം. എന്ന് വെച്ചാല് നമ്മൾ ഇനി പറയാൻ പോകുന്നത് 286 ആണ് ക്വസ്റ്റ്യൻ. 286 നീന gets a new baby turtle from a friend. Nina gets a new baby turtle from a friend and is told to feed it worms. For the first few months, the turtle seemed to grow fine, but as time passed, the turtle's shell appeared soft and fragile. Someone suggested that the turtle might not be getting enough calcium in its diet. If this is true for this turtle, dietary calcium is A, limiting factor, B, an environmental condition, C, a habitat condition, D, a natural environmental stressor. അപ്പൊ ആൻസർ എ ലിമിറ്റിംഗ് ഫാക്ടർ. ആൻസർ എ ലിമിറ്റിംഗ് ഫാക്ടർ. അടുത്ത 287 none of the three most popular methods for treating sludge and converting it into fertilizer is able to produce a final treated product that is A, biodegradable, B, sterile, C, able to be used as a fertilizer, D, free of heavy metals. Answer D, free of heavy metals.
അടുത്തത് 288. Non-persistent pesticides can be more dangerous than persistent pesticides because they usually A. are more toxic, B. last longer in the environment, C. are radioactive, D. are broken down into non-toxic products within a few weeks of application. Answer A. are more toxic. അടുത്തത് 289. Nutrients essential for plant growth are returned to the soil by A. decomposers, B. herbivorous, C. producers, D. carnivorous. Answer A. decomposers. അടുത്തത് 290. Off the shore in Japan, deep in the ocean, where no sunlight can penetrate, are found communities in which bacteria have special enzyme that allows them to form organic matter through chemosynthesis. സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവേത് ക്ഷമിക്കണം എന്നുള്ളത് പ്രത്യേകം പറയാണ്. This community is nestled around the hydrothermal vents where superheated water springs from the bottom of the ocean. These communities frequently have worms, clams, shrimp, and many other organisms clustered together. Hydrothermal vent communities are unusual because നമ്മൾ ഒരിക്കൽ കൂടി വായിക്കണം. ഇത്തിരി അത്യാവശ്യം പോയിന്റ്സ് വരുന്നുണ്ടല്ലോ. Off the shore in Japan, deep in the ocean, where no sunlight can penetrate, are found communities in which bacteria have a special enzyme that allows them to form organic matter through chemosynthesis. This community is nestled around the hydrothermal vents where superheated water springs from the bottom of the ocean. These communities frequently have worms, clams, shrimp, and many other organisms clustered together. Hydrothermal vent communities are unusual because A. a primary producer synthesizes organic matter, B. a producer exists without sunlight, C. a consumer eats a producer, D. there are no producers in the ecosystem. Answer B. a producer exists without sunlight. Answer B. a producer exists without sunlight. അടുത്ത 291. Omnivorous differ from carnivorous in that omnivorous derive their energy from A. plants, animals, and detritus, B. plants and animals, C. animals, D. green plants. Answer B. plants and animals. അടുത്തത് 292. On a vacation, you spend much of the day relaxing on an ocean beach soaking up the sun. The beach where you are spending your time is good example of A. a landscape, B. an ecotone, C. a biome, D. a population. Answer B. an ecotone. അടുത്ത 293. On a winter day, most automobiles keep the passengers warm by using heat generated by the engine. This use of the heat by product from a gas engine is an example of A. non-fossil fuel energy, B. cogeneration, C. nuclear power, D. a sustainable source of energy. Answer B. cogeneration. 294. അടുത്തത് 294. On land, the carbon used today in photosynthesis to form carbon atoms of plant tissues is mostly returned to the air because of A. respiration in plants, animals, and organisms in the soil, B. plate tectonics, C. additional photosynthesis in the same plants, D. erosion, decay, and general weathering. Answer A. respiration in plants, animals, and organisms in the soil.
ഇനി അടുത്തത് 295. On some islands during the mating season, birds compete intensely for breeding sites. On these islands, these breeding sites represent a limiting factor. B. A zone of stress. C. An environmental condition. D. A limit of tolerance. Answer A. A limiting factor. അടുത്തത് 296. One challenge to the protection of endangered animal species from overexploitation for commercial purposes is that as a species becomes increasingly rare. A. The laws protecting that species tend to become even more restrictive. B. The price of illegal animal products increases. C. It is more difficult for poachers to capture the animal. D. Fewer poachers may search for the endangered animal. Answer B. The price of illegal animal products increases. ഇനി അടുത്തത് 297. One of the general concerns about the widespread use of transgenic organisms is the A. One of the general concerns about the widespread use of transgenic organisms is the A. The spread of this transgenic traits to other organisms. We need to apply more pesticides to crops and plow the soil twice a year. C. Reduce the yields that result from using bioengineered organisms. D. Pressure to bring more land into agricultural production. Answer C. Reduce the yields that result from using bioengineered organisms. At 298. One of the greatest human impacts on natural ecosystems results from A. The disruption of natural geochemical cycles. B. The generation of electricity from nuclear energy. C. The use of our oceans for shipping and transportation. D. The use of the sun and wind to generate electricity. Answer A. The disruption of natural geochemical cycles. Answer A. The disruption of natural geochemical cycles. At 299. One of the greatest risk of diarrheal disease outbreaks in industrialized countries results from A. Poorly trained public health inspectors in the food industry. B. Contamination in the mass production of food. C. The increased demand for organic products. D. The addition of preservatives in foods. Answer B. Contamination in the mass production of food. Answer B. Contamination in the mass production of food. അടുത്ത 300. One of the greatest success stories of the positive impact of chemistry research and environmental policies and regulations relates to A. Nitrogen oxides and the control of acid precipitation. B. CFCs and the destruction of the ozone. C. The reduction of ozone pollution over major cities in North America. D. The use of fossil fuels and the reversal of global climate changes. A. Nitrogen oxides and the control of acid precipitation. B. CFCs and the destruction of the ozone. C. The reduction of ozone pollution over major cities in North America. D. The use of fossil fuels and the reversal of global climate changes. Answer B. CFCs and the destruction of the ozone. Answer B. CFCs and the destruction of the ozone. നമ്മുടെ ക്യാമറ ക്ലാരിറ്റി ഇടയ്ക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതൊരു എന്താ പറയാ, ഒരു നല്ലതല്ലാത്തൊരവസ്ഥയെന്ന് പറയാം. ദയവേത് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കതല്ലെങ്കിൽ എന്താ പറയാ, ക്യാമറയുടെ ക്ലാരിറ്റി പോവാന്ന് വെച്ചാൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യം എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ലാസ്റ്റ് ഭാഗത്ത് ക്ലാരിറ്റി പോവില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പോവുമായിരിക്കും, അറിയില്ല. മിക്കപ്പോഴും നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത മിക്ക വീഡിയോന്റെ ലാസ്റ്റ് ഭാഗത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണം. എന്നാലും
മിക്ക വീഡിയോസ് ഇതിനു മുന്നേ ചെയ്തതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഭാഗമൊക്കെ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ തന്നെയാണെന്ന് തന്നെ പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 301. One of the major lessons learned from the efforts to conserve green sea turtles in the Philippines is one of the major lessons learned from the efforts to conserve green sea turtles in the Philippines is A. To involve the local community in developing regulations. B. To avoid relying on commercial operations for estimates of the carrying capacity of a population. See that strict external rules are the best ways to evenly apply restrictions on harvest of natural populations. D. That sustainable harvest of natural populations are not possible if natural resources are used for consumptive purposes. Answer A. To involve the local community in developing regulations. Answer A. To involve the local community in developing regulations. Number 302. One of the most effective ways to reduce smoking in children in India has been to A. Raise cigarette taxes. B. Prohibit the use of cigarettes by characters in movies and on TV. C. Ban cigarette sales within a half mile of schools. D. Ban cigarette sales to people under the age of 18. Answer A. Raise cigarette taxes. Answer A. Raise cigarette taxes. ഇനി അടുത്തത് 303. One ongoing concern about transgenic crops that produce pesticides is that these traits may A. Kill other insects that are not pests. B. Be so effective that all of the crop pests are eliminated. C. Be transferred to other crops such as soybeans or cotton. D. Not kill pests that attack other crops such as soybeans or cotton. Answer D. Not kill pests that attack other crops such as soybeans or cotton. അടുത്ത 304. A research suggests that large amounts of carbon dioxide could be removed from the earth biogeochemical cycles by A research suggested that large amounts of carbon dioxide could be removed from the earth biogeochemical cycles by A. Burning more fossil fuels and moving carbon dioxide into the atmosphere. B. Adding iron to some parts of the deep ocean to encourage the growth of phytoplankton. C. Adding phosphorus and nitrogen to the shallow ocean communities. D. Encouraging the growth of nitrogen-fixing bacteria in agriculture soils all over the world. Answer B. Adding iron to some parts of the deep ocean to encourage the growth of phytoplankton. Answer B. Adding iron to some parts of the deep ocean to encourage the growth of phytoplankton. അടുത്ത 305. Oral rehydration therapy (ORT) is the process of a continuous replacement of essential body fluids and salts in proper quantities during the attacks of diarrhea. B. Providing mineral water and fruit juice by railway during journey. C. Taking saline injection. D. None of the above. And A. Continuous replacement of essential body fluids and salts in proper quantities during the attacks of diarrhea. Spelling mistake ക്ഷമിക്കുക ദയവായി. B. Providing mineral water and fruit juice by railway during journey. C. Taking saline injection. D. None of the above. Answer A. Continuous replacement of essential body fluids and salts in proper quantities during the attacks of diarrhea. അടുത്തത് 306. Organically grown foods are A. Free of all pesticide residues.
B. Usually less expensive than non-organic foods. C. Growing in sales and opportunity. D. Grown on farms that are typically larger than non-organic food farms. Answer C. Growing in sales and opportunity. Sorry. Answer C. Growing in sales and popularity. Answer C. Growing in sales and popularity. 307. Organs are unable to generate genetic diversity that ensures that they get what they need. Sorry, and sound പോയി. Organs are unable to generate genetic diversity that ensures that they get what they need. Therefore, faced with new challenges, species A. Produce more offspring. B. Sometimes go extinct. C. Evolve by non-genetic mechanisms. D. Will start to reproduce asexually. Answer B. Sometimes go extinct. At 308. Organs that feed on the bodies of dead organisms are known as A. Primary consumers. B. Herbivores. C. Decomposers. D. Omnivorous. Answer C. Decomposers. At 309. Our experience with herbicides and insecticides indicate that A. Both are capable of selecting for natural substance by evaluation. B. Herbicides but not insecticides are capable of selecting for natural substance by evaluation. C. Insecticides but not herbicides are capable of selecting for natural resistance by evaluation. D. Neither are capable of selecting for natural resistance by evaluation. Answer A. Both are capable of selecting for natural resistance by evaluation. 310. Our increasing human population requires that the future management of natural systems be A. Towards sustainability. B. Focused on maximizing the harvest of natural resources. C. Evaluated in terms of the gross national product. D. Focused on agriculture productivity. Answer A. Towards sustainability. At 311. Our most recent understanding of the formation of ozone requires that a reduction of atmospheric levels of A. Volatile inorganic compounds. A. Volatile inorganic compounds. B. Carbon monoxide and volatile organic compounds. C. Nitrogen oxides and carbon monoxide. D. Nitrogen oxides and volatile organic compounds. Answer D. Nitrogen oxides and volatile organic compounds. 312. Over the next 20-30 years, global oil supplies will decline and the OPEC nations will gain importance. B. Global oil supplies will decline and the OPEC nations will lose importance. Over the next 20-30 years, global oil supplies will decline and the OPEC nations will gain importance. B. Global oil supplies will decline and the OPEC nations will lose importance. C. Global oil supplies will increase and the OPEC nations will gain importance. D. Global oil supplies will increase and the OPEC nations will lose importance. Answer A. Global oil supplies will decline and the OPEC nations will gain importance. At 313. Over the past 12,000 years, the greatest loss of biological wealth has resulted from the A. Conversion of natural ecosystems to modern agriculture. B. Movement of human products down. Camera clarity പോയാണ്. A. Convention of natural ecosystems to modern agriculture. B. Movement of human products down rivers and across oceans. C. Extraction of oil and mineral from
reserves buried deeply underground, the use of deep aquifers, lakes and rivers as source of fresh water. Answer A. Conversion of natural ecosystems to modern agriculture. ഇനി അടുത്തത് 314. Over the past 20 years, vultures in India and Pakistan have declined by more than 95% due to, sorry, camera clarity പോയാണ്, ഒന്നുകൂടി പറയണ 314. Over the past 20 years, vultures in India and Pakistan have declined by more than 95% due to A. Increased hunting and fear from villagers that the vultures will kill their domestic cattle. B. The destruction of their nesting habitat in cliffs bordering the Indus River. C. The spread of respiratory virus. Come on in domestic chickens. D. The widespread use of an anti-inflammatory drug in cattle that were eaten by vultures. Answer D. The widespread use of an anti-inflammatory drug in cattle that were eaten by vultures. B. Increased hunting and fear. ഒരിക്കൽ കൂടി വായിക്കുന്നു. 314. Over the past 20 years, vultures in India and Pakistan, ക്ലാരിറ്റി കുറഞ്ഞു വരെയാണ് ക്യാമറയുടെ, ഒരിക്കലും കൂടി ഇപ്പൊ വായിക്കുന്നു. 314. Over the past 20 years, vultures in India and Pakistan have declined by more than 95% due to A. Increased hunting and fear from villages that the vultures will kill their domestic cattle. B. The destruction of their nesting habitat in cliffs bordering the Indus River. C. The spread of respiratory viruses common in domestic chickens. D. The widespread use of an anti-inflammatory drug in cattle that were eaten by vultures. Answer D. The widespread use of an anti-inflammatory drug in cattle that were eaten by vultures. ഞാൻ നേരത്തെ എടുത്തു പറയട്ടെ, നേരത്തെ നമ്മൾ വായിച്ചപ്പോ the spread of respiratory viruses കോമൺ എന്നാണ് നമ്മൾ പറയേണ്ടിരുന്നത്. നമ്മൾ തെറ്റി പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയും നമ്മൾ എടുത്തു പറയാന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ലാത്ത ആണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റി വരാൻ പാടില്ല. കോമൺ എന്നുള്ളത് നമ്മൾ കോമൺ എന്ന് തന്നെ വായിക്കണം. ഞാൻ വേറെ തെറ്റി ഒരു വേർഡാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ദയവേത് ക്ഷമിക്കുക. പറഞ്ഞിനി ശരിയാവില്ല, കാരണം നമുക്ക് പറയാനുള്ള കടമയുണ്ട്. എന്തായാലും തെറ്റ് പറഞ്ഞ് എന്തായാലും നമ്മൾ വീഡിയോയിൽ പോയിട്ട് കാര്യമില്ല. തെറ്റ് പറഞ്ഞു പോയാൽ തന്നെ അത് ശരിയാകുകയുമില്ല. അത് എടുത്തെടുത്ത് പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വലിയൊരു പ്രോബ്ലം തന്നെയാണ് നമുക്ക് പറയാം. അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഓരോ വേർഡ്സും ഒക്കെ പറയുമ്പോൾ ചില വേർഡ്സുകൾ പറയുമ്പോൾ നമുക്കത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ചിലയിടത്ത് തെറ്റ് വരാൻ പാടില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ടഫ് വേർഡ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വിട്ട് കളയാം. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ഒക്കെ നമ്മൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലൊരു കാര്യം എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ശരിയായ രീതിയിൽ തന്നെ നമ്മൾ വായിച്ചു പോണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. അല്ല തെറ്റ് നമ്മൾ വായിച്ച് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെയധികം എന്താ പറയാ ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം. 315. Over the past 200 years, the greatest change in agriculture is the
A. Productivity of an acre of farmland. B. Elimination of global hunger and malnutrition. C. Production of insect-resistant crops. D. Declining reliance on fertilizers for crops. Answer A. Productivity of an acre of farmland. Over the past 200 years, the greatest change in agriculture is the A. Productivity of an acre of farmland. B. Elimination of global hunger and malnutrition. C. The production of insect-resistant crops. D. Declining reliance on fertilizers for crops. Answer A. Productivity of an acre of farmland. അടുത്ത 316. Over the past 50 years, global life expectancy has A. Decreased by about 5 years due primarily to increase in viral infections. B. Stayed about the same due to new diseases spread by global climate change. C. Risen about 5 years due to the development of many poor nations. D. Risen more than 20 years due to better health care and nutrition worldwide. Answer D. Risen more than 20 years due to better health care, nutrition worldwide. 317. Over the past 3 years, 24 people living in new residential colony develop respiratory infections and skin rashes. People living nearby in a residential colony built 30 years previously show no signs of such disease. Suspicions arise about possible molds or vapors that are associated with the imported building materials in these new homes. To investigate the possibility that the new homes are causing the disease, the neighborhood association in the new colony decides to hire a herpetologist, B. respiratory therapist, C. a virologist, D. toxicologist. Answer D. A toxicologist. Answer D. A toxicologist. അടുത്ത 318. Parasites. A. Affect their hosts in a density independent manner. B. And their hosts represent a type of intraspecific competition. C. Occur in animals but not plants. D. May live inside or outside of their host. Answer D. May live inside or outside of their host. At 390. Parts of the green revaluation. Some varieties of the wheat plant was specially selected because of its ability to A. Produce high yields of grain. B. Resist prolonged droughts. C. Naturally produce pesticides. D. Produce grain with high levels of iron. Answer A. Produce high yields of grain. അടുത്തത് 320. People living in cities from the late 1850s through at least the 1930s often A. Used electricity generated by oil and natural gas fuels. B. Purchased wood to heat their homes. C. Suffered respiratory diseases. D. Rode on trains that were powered by natural gas. Answer C. Suffered respiratory diseases. അടുത്തത് 321. People most concerned about the side effects of bioengineering would more likely expect A. Food crops that have been engineered to produce vaccines. B. Transgenic crops that are more resistant to herbicides. C. Crops produced by marker assisted breeding. D. Food crops that are able to make their own pesticides. Answer C. Crops produced by marker assisted breeding. നമുക്ക് ഒരിക്കലും പറയാം. People most concerned about the side effects of bioengineering would more likely expect A. Food crops that have been engineered to produce vaccines. B.
transgenic crops that are more resistant to herbicides. C. Crops produced by marker assisted breeding. D. Food crops that are able to make their own pesticides. Answer C. Crops produced by marker assisted breeding. അടുത്തത് 322. People suffering from AIDS have a weakened immune system because of their disease. AIDS patients are people suffering from AIDS have a weakened immune system because of their disease. AIDS patients are A. More vulnerable to the risk of nitrogen in the air. B. Less vulnerable to the risk of bacteria in the air. C. More vulnerable to bacteria which are less of a risk to healthy people. D. Less vulnerable to any type of fungal, bacterial or viral infection. Answer C. More vulnerable to bacteria which are less of a risk to healthy people. Answer C. More vulnerable to bacteria which are less of a risk to healthy people. അടുത്ത 323. People with home septic systems often flush several cups of a powdered substances down their toilets every month or two to keep their systems healthy. These powdered substances most likely contain A. Bacteria and enzymes that help break down wastes. B. Chlorine and other disinfectants that help to prevent soil contamination. C. Chemicals that bind to heavy metals to keep them from leaching into the soil. D. Acids that help to clean the acids that help to clean the insides of the walls of the pipes and septic tank. Answer A. Bacteria and enzymes that help break down wastes. Answer A. Bacteria and enzymes that help break down wastes. അടുത്തത് 324. Persistent organic pollutants (POPs) reach toxic levels in organisms in natural ecosystems in large part of because of biomagnification, in which the highest concentrations of POPs are found in A. Primary producers. B. Secondary producers. C. Primary consumers. D. Secondary consumers. Answer D. Secondary consumers. അടുത്തത് 325. Pesticide exposure has been clearly linked to A. Malaria and bubonic plague. B. Viral outbreaks. C. Cancer, neurological disorders and infertility. D. Heart disease and Brooks. Answer C. Cancer, neurological disorders and infertility. അടുത്തത് 326. Pesticide exposure has been shown to cause diseases of the pesticide exposure has been shown to cause diseases of the endocrine and immune systems. B. Muscular and skeletal systems. C. Pancreas and kidneys. D. Ears and eyes. Answer A. Endocrine and immune systems. അടുത്ത 327. Pesticide regulations address concerns about the safety of those applying the pesticides, pesticide residues on food and the effects of pesticides on A. Human health. B. The environment. C. Human health and the environment. D. Human health, the environment and the local culture. Answer C. Human health and the environment. അടുത്ത 328. Pesticide resistance against one pesticide A. is restricted to that one kind of pesticide. B. can provide protection against other kinds of pesticides. C. can provide protection against herbivores. D. often harms insects by decreasing their ability to reproduce. Answer B. can provide protection against other kinds of pesticides. അടുത്ത 329.
Pesticide resistant insects develop from the widespread use of insecticides because A. Pesticides cause mutations in the insects that make them resistant. B. Pesticide increases the productivity of some insects. C. Insects learn to avoid the places where insecticides have been applied. D. Over many generations, the naturally resistant pest increase in number. Answer D. Over many generations, the naturally resistant pest increase in number. Answer D. Over many generations, the naturally resistant pest increase in number. At the 330. Pesticide resistant insects would A. have evolved more slowly if the pesticides were used in just a few regions. B. not have involved if even more pesticide had been used. C. have evolved if a different type of pesticide was used each year. D. have evolved if an herbicide had been used instead of a pesticide. Answer A. have evolved more slowly if the pesticides were used in just a few regions. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന 330 വരെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത വീഡിയോയിൽ പറയാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. 331 മുതലാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഒരുപാടൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, കുറച്ച് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് പറയണമെന്നുള്ളൂ. അല്ല, പറയല്ല, നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് നമ്മളൊന്ന് കാണിക്കണമെന്നുള്ളൂ. ഇത്രയൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാൻ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി. ഇപ്പൊ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ ഒരു അവസ്ഥ. അപ്പൊ ദയവേത് ക്ഷമിക്കുക. ഞാനത് പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെ തന്നെ വരുന്നുള്ളത്. കാരണം നമ്മുടെ ലാസ്റ്റ് ഭാഗം വരുമ്പോ ഈ ഒരു അവസ്ഥയിലോട്ടാവും. ഏകദേശം 1 മണിക്കൂറുള്ള വീഡിയോ ഒക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ലാസ്റ്റ് ഭാഗം വരുമ്പോ ഈ ഒരു കണ്ടീഷനാണ്. അപ്പൊ സഹകരിക്കുക ദയവായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് പരമാവധി നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ പറയാറുണ്ട്, ക്യാമറയുടെ ക്ലാരിറ്റി നമ്മൾ പരമാവധി നല്ലതാക്കാൻ ശ്രമിക്കുന്നുള്ളത്. കാരണം പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ വരുമ്പോ പിന്നെ നമുക്കത് എടുത്തു പറയേണ്ടതായിട്ട് വരും. ഒരുപാട് പ്രാവശ്യമായി നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിച്ച കാരണം കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഒക്കെ സംഭവിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥത്തോട് ക്ഷമ ചോദിക്കുന്നു, പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഒരുപാട് ഞാൻ പറയുന്നില്ല, കാരണം ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാന്. ഈ വീഡിയോ നമ്മൾ സോങ്സ് മിക്സ് ചെയ്തായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്, വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട്. അപ്പൊ ആ കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ സോങ്സ് മിക്സ് ചെയ്യുന്നതുകൊണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനും കൂടി ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പറയാതെ പറ്റില്ല, അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എല്ലാ വീഡിയോസും എഡിറ്റ് ചെയ്ത് സോങ്സ് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് മിക്ക വീഡിയോസൊക്കെ. അപ്പൊ അത്രയ്ക്ക് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിലബസ് ആണ് ഈ ബുക്കില ലാസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ ബുക്കില പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതും എല്ലാം ചേർത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അത് ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അതും ഒരിക്കലും നിങ്ങൾ മറന്നു പോവരുത്. പിന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് കുറെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ടുണ്ടല്ല, വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് സോങ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ആയിട്ടല്ല, അത് കൂടുതൽ സോങ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് അത് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കണം ദയവായിട്ട്. അത് മാത്രം നമ്മൾ പറയുന്നുള്ളൂ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് CSETക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.
അപ്പം നല്ലൊരു CSCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.